ഇന്നത്തെ എൻ്റെ എന്താ പറയുക അത്താഴം ഇതാണ് കേട്ടോ. മാക്രോണിയാണ്. മാക്രോണി നമ്മൾ 24 ഹോട്ടലിൽ നിന്ന് വരുത്തിയതാണ്. ചൂടോടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ കുറച്ച് മുമ്പ് എനിക്ക് ഡെലിവറി ചെയ്തതാണ്. സാധാരണയായിട്ട് ഈ മാക്രോണി ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? അത് ഗോതമ്പിൽ നിന്നാണെന്നുള്ളത്. കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ്. നോമ്പ് സമയത്ത് നമുക്ക് ശാരീരികമായിട്ടുള്ള സ്ഥിരമായ ഊർജം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ മാക്രോണി സെലക്ട് ചെയ്തത്. ഈ മാക്രോണി ഇങ്ങനെ കഴിക്കുമ്പോൾ ഇതിൽ പ്രോട്ടീൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിൽ അവരുണ്ടാക്കിയതിൽ ഒരുപാട് കോഴിമുട്ട, ചിക്കൻ ഇതൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം എന്താവും, ഇതിലൂടെ നമുക്ക് പ്രോട്ടീൻ കൂടിയും കിട്ടും. നമ്മുടെ പേശികൾ ബലഹീനമാവാതെ പോവാതിരിക്കാനും പിന്നെ നമ്മുടെ ക്ഷീണം കുറക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ. പാല്, മുട്ട, ചിക്കൻ, കടല എന്നിവയൊക്കെ ചേർത്താൽ എന്താക്കാം, ഈ മാക്രോണി കഴിക്കുമ്പം കുറഞ്ഞു പോകുന്ന ഈ പ്രോട്ടീൻ്റെ അളവ് നമുക്ക് നികത്താന്നുള്ളതാണ്. ഇനി ഈ മാക്രോണിയിൽ നാരുണ്ടോയെന്ന് വെച്ചാൽ ഇതിൽ കടല ഇട്ടിട്ടുണ്ട് കേട്ടോ. കടലയുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. പ്രോട്ടീൻ ഒരുപാട്. മുഴുധാന്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ വീറ്റിൽ മാക്രോണിയിൽ ഒരുപാട് നാരും നമുക്ക് കിട്ടും. അത് നമുക്ക് ശോധന കിട്ടാനും പിന്നെ ബ്ലഡ് ഷുഗർ സ്പൈക്ക് നിയന്ത്രിക്കാനും പറ്റും. അത് ഹോൾ വീറ്റ് ആയിരിക്കണം. ഇത് ഹോൾ വീറ്റ് അല്ലാന്ന് എനിക്ക് തോന്നുന്നു. മുഴുധാന്യങ്ങളാണ്. വല്ലതിൽ കോഴിമുട്ട, ചെറിയ കടല, ഇതെല്ലാം സാധനമുണ്ട്. പിന്നെ എൻ്റെ അത്താഴത്തിന് ഞാൻ ഇത് സെലക്ട് ചെയ്യാൻ കാരണം എന്താ? കാരണം എനിക്ക് ഇതിൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ ഉള്ളതുകൊണ്ട് പതുക്കെ ദഹിച്ചു പോകുന്നാൽ ഇഫ്താർ വരെ എനിക്ക് ഊർജ്ജം നിലനിർത്താൻ സഹായിക്കുമെന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ പ്രോട്ടീനും കുറച്ച് പച്ചക്കറികളൊക്കെ ചേർത്തുകൊണ്ട് 6 മുതൽ 8 മണിക്കൂർ വരെ വിശപ്പില്ലാതിരിക്കാൻ സഹായിക്കും. പിന്നെ കനത്ത ശക്തമായിട്ടുള്ള മസാലകളും എണ്ണയും ഒന്നും അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടുന്ന മറ്റ് ബിരിയാണി, മന്തി തുടങ്ങിയവയിലൊക്കെ കുറച്ചുകൂടി ബെസ്റ്റാണെന്ന് എനിക്കിതാണ് തോന്നിയത്. പിന്നെ പച്ചക്കറികൾ, കുറച്ച് തൈര് ഇവയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങൾ ഇതിലൂടെ കിട്ടുന്നുള്ളതാണ്. ഒലീവ് ഓയിലൊക്കെ വേണമെങ്കിൽ കുറച്ച് ചേർത്ത്. പിന്നെ ഇത് കഴിച്ചാലുള്ള പാർശ്വഫലങ്ങൾ, ഇതിൽ വൈറ്റ് മാക്രോണി, വെള്ള മാക്രോണി, അതെന്താവും, പെട്ടെന്ന് നമ്മളെ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂട്ടും. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് ഹോൾ വീറ്റ് ആണെങ്കിലും ഓക്കെയാണ്, അല്ലെങ്കിൽ ഇതധികം കഴിക്കാത്തതാണല്ലേ. ഇനി ഈ മാക്രോണി നമ്മൾ കഴിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? 1 കപ്പ് മുഴുധാന്യ മാക്രോണി സെലക്ട് ചെയ്യുക. അതിലേക്ക് മിക്സഡ് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ഒരു പ്രോട്ടീൻ സോഴ്സ്, ഇതിലിപ്പം വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ട് അവർ കുറച്ച്. പിന്നെ ഒരു പ്രോട്ടീൻ സോഴ്സ് ആയിട്ടുള്ള ചിക്കണ്, പിന്നെ കോഴിമുട്ട തുടങ്ങിയവ ആഡ് ചെയ്യുക. അത് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ഒലീവ് ഓയിൽ ആഡ് ചെയ്യുക. അത് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ 2 ഗ്ലാസ് വെള്ളം അതിൻ്റെ കൂടെ കഴിക്കുക. അത് ഞാൻ കുടിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഇത് കഴിച്ചാൽ ബ്ലോട്ടിങ് വരും.